പല്ല് തേച്ചതിനു ശേഷം രക്തത്തിന്റെ സാന്നിധ്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലരും വായ കഴുകി വൃത്തിയാക്കിയ ശേഷം ഇക്കാര്യം മറക്കും. ബ്ലീഡ് ചെയ്യുന്ന മോണകൾ ചിലപ്പോൾ കാര്യമായി തന്നെ ശ്രദ്ധിക്കേണ്ട ചില അവസ്ഥകളുടെ ലക്ഷണമാകാം. ഇത് അവഗണിച്ചാൽ ചിലപ്പോൾ വലിയ വില നൽകേണ്ടി വരും. റിപ്പോർട്ട് കാണാം. തിരക്കുള്ള ജീവിതത്തിൽ സമ്മർദ്ദം, കുടുംബത്തിന്റെ ഉത്തരവാദിത്തം, ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ചേർന്ന് ആകെ ക്ഷീണിച്ചിരിക്കുമ്പോൾ പല്ലുകളുടെയും മോണകളുടെയും ആരോഗ്യത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പലപ്പോഴും ആർക്കും കഴിയാറില്ല. രക്തത്തിന്റെ ചെറിയൊരു പാട പലപ്പോഴും മോണസംബന്ധമായ ജിഞ്ചിവൈറ്റിസ് അല്ലെങ്കിൽ പീരിയോഡോണ്ടിറ്റിസ് എന്നീ അസുഖങ്ങളുടെ ആദ്യഘട്ടത്തിലെ അടയാളമായിരിക്കാം. ഈ അവസ്ഥയെ അവഗണിച്ചാൽ ചിലപ്പോൾ പല്ലുകൾ നഷ്ടപ്പെടാം. തീർന്നില്ല, നീർവീക്കം മുതലുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഇതിനു പിന്നാലെ വരും. മോണകളിൽ ബ്ലീഡിംഗ് സംഭവിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്നറിയണം. ബ്ലീഡിംഗ് ഗമ്മുകൾക്ക് പ്രധാന കാരണം പല്ലുകൾക്ക് വൃത്തിയില്ലാത്തതാണ്. നന്നായി ബ്രഷ് ചെയ്തില്ലെങ്കിൽ പല്ലുകൾക്കും മോണകൾക്കും മുകളിൽ ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടാകും. ഇത് ക്രമേണ കട്ടിയാകും. ഈ സാഹചര്യം മോണകളിലെ കലകളെ അസ്വസ്ഥമാക്കും. പിന്നാലെ നീർവീക്കവും ബ്ലീഡിംഗും ഉണ്ടാകും. പ്ലാക്കുകൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന മോണരോഗത്തിന്റെ ആദ്യഘട്ടത്തെയാണ് ജിഞ്ചിവിറ്റൈസ് എന്ന് പറയുന്നത്. മോണ ചുവന്ന് വീർക്കും. ഈ ഘട്ടത്തിൽ ബ്രഷ് ചെയ്യുമ്പോഴും ഫ്ലോസിംഗ് ചെയ്യുമ്പോഴും ബ്ലീഡിംഗ് ഉണ്ടാകും. ഈ അവസ്ഥയിൽ ചികിത്സ തേടിയില്ലെങ്കിൽ കൂടുതൽ ഗുരുതരമായ പീരിയോഡോണ്ടിറ്റിസ് എന്ന അവസ്ഥയിലേക്ക് മാറും. ഗം റിസഷൻ എന്ന അവസ്ഥയും പല്ലുകളുമായി ബന്ധപ്പെട്ട എല്ലുകൾക്കും പ്രശ്നമുണ്ടാകുന്ന സാഹചര്യത്തിലേക്കെത്തും. ഈ അവസരത്തിൽ ദന്ത ഡോക്ടറെ സമീപിക്കണം.